കൊയ്പ്പള്ളി കാരാൺമ VSS-HS സംസ്കൃത സ്കോളർഷിപ്പ് വിതരണം, അനുമോദന സമ്മേളനം എന്നിവ നടത്തി. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമാ കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം കൊയ്പ്പള്ളി കാരാഴ്മ VSS-HS സംസ്കൃത സ്കോളർഷിപ്പ് വിതരണം, അനുമോദന സമ്മേളനം എന്നിവ നടത്തി. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമാ കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മുടെ സ്കൂള് 100% SSLC പരീക്ഷയിലായാലും നമ്മുടെ സ്കൂളിൻ്റെ കലോത്സവത്തിനായാലും ഏത് വിഷയത്തിലായാലും നമ്മുടെ സ്കൂള് മുൻപന്തിയിൽ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുപരി നമ്മുടെ രക്ഷകർത്താക്കളും അധ്യാപകരും ഒരേ മനസ്സോടെ തന്നെയാണ് കുഞ്ഞുങ്ങളെ ഈ പ്രവർത്തനത്തിലൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് സാറ് പറഞ്ഞു, സംസ്കൃതത്തെ പറ്റിയെല്ലാം നല്ല രീതിയിൽ നിങ്ങളെ ബോധവാന്മാരാക്കി. സംസ്കൃതം പഠിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും അത് നേടിയെടുക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും എല്ലാം നമ്മുടെ സതീഷ് സാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി ഒരു പ്രസംഗത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. ഇപ്പം നമ്മുടെ സാറിൻ്റെ പ്രഭാഷണം കേൾക്കാൻ എല്ലാവരും കാതോർത്തിരിക്കുകയാണ് അല്ലേ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ആ രീതി കാണുമ്പോൾ നമ്മുടെ രക്ഷകർത്താക്കൾക്കായാലും അധ്യാപകർക്കായാലും വളരെ പേടിയോടെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കാണുന്നത്. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ VSS-HS പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാം നല്ല കുഞ്ഞുങ്ങളാണെന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഞാൻ ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് നമ്മുടെ ഈ സംസ്കൃത സ്കൂളിനെ വളരെ ഉയരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ സ്കൂളിൽ നമ്മുടെ അധ്യാപകർ വളരെ നല്ല രീതിയിൽ അച്ചടക്കത്തോടുകൂടിയും അവരെ അടുപ്പിച്ച് നിർത്തിയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ യോഗം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സംസാരം നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് സുരേഷ് സോമൻ അധ്യക്ഷനായി. സ്കൂൾ ഹെഡ് മാസ്റ്റർ TT സതീഷ് സ്വാഗതം പറഞ്ഞു. യോഗാചാര്യനും എഴുത്തുകാരനും പ്രഭാഷകനുമായ മുട്ടം CR ആചാര്യ മുഖ്യപ്രഭാഷണം നടത്തി. പോകുന്നതിന് മുമ്പ് ഒന്ന് ചിരിച്ചു ചാകാണെന്നല്ലായിരുന്നു, ചിരിച്ചു മരിച്ചു എന്നുള്ള ഒരു രീതിയിൽ മരണം രമണമാകണമെങ്കിൽ ചിരിക്കണം. ഒന്ന് ചിരിച്ച് ചിലര് ചിരിക്കുക എങ്ങനെ, ചിലര് ഇരിക്കുന്ന കുറെ തുപ്പല് കഴിയാൻ പറ്റിക്കാന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഒന്ന് ചിരിച്ചോ. അത് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അത് കൊട്ടാരക്കരയുടെ നാടകം ബാലെ കാണണം, അതിനകത്ത് നല്ല ചിരിക്കും. ഒന്ന് ചിരിക്കുക, ആർക്ക് വെച്ചേക്കും ഇത്? ഒന്ന് ചിരിച്ച് ചായക്ക് ആ കപ്പിനകത്തോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ കേട്ടില്ലേ, അങ്ങനെ ഒന്ന് ചിരിച്ച്. ഒരു തൈത്തെങ്ങ് നമ്മൾ കൊണ്ടുവന്ന് നട്ടാൽ ആ തൈത്തെങ്ങിന് അല്പ വെള്ളം ഒഴിച്ചു കൊടുക്കും. കൈ കഴുകിയ വെള്ളം, പാത്രം കഴുകിയ വെള്ളം, ബീറ്റ്റൂട്ടിന്റെയും സവാളയുടെയും തൊലി വീണ വെള്ളം, പിന്നെ ചില മീൻ വെള്ളവും കൊണ്ടൊഴിക്കും. രണ്ടായാലും ഈ വെള്ളം കൊണ്ടുവന്ന് ചാളി എങ്ങോട്ട് കൊണ്ട് കൊടുക്കും, അതിന്റെ ചോട്ടിലേക്ക് ചള്ളും. ചള്ളിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ഞ് പോരും. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഈ വെള്ളം കൂടെ പ്രഥമ വയസ്സി ദത്തം തോയം അല്പം സ്മരന്തം, ചെറുപ്പകാലഘട്ടത്തിൽ അല്പം വെള്ളം കൊടുത്തതിന്റെ സ്മരണയ്ക്ക് രാജീവനാന്തം ഉള്ള കാലം അത്രയും അത് സലിലമൃതകൽപ്പം. നോക്കിക്കേ, എൻ്റെ അപ്പൂപ്പന്മാർ വെച്ച് തെങ്ങയില കഴിക്കാൻ ഞാനിപ്പോൾ തിന്നുന്നു. അവര് ചിലപ്പോൾ അതിൻ്റെ മുമ്പ് വെള്ളം ഒഴിച്ചു കാണും, ചിലപ്പോൾ നടന്നു പോയ പട്ടി പെടുത്ത് കാണും. എന്തായിരുന്നാലും വെള്ളം ഏതായാലും കിട്ടിയത് കുടിച്ചു വളർന്നു. ആ കൊടുത്ത വെള്ളത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ തെങ്ങും തൈ നമുക്കിപ്പോൾ ഉള്ളൊരു കാലം സലിലം അമൃതകൽപ്പം മധുരതരമായിരിക്കുന്ന വെള്ളം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളെല്ലാം ഓരോ തൈത്തെങ്ങ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് ദൈവാധീനത്തിനില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ കുട്ടികളിലുള്ള പ്രതീക്ഷകൾ നന്നായി വളരണമെങ്കിൽ അവർ ചിരിച്ചു തന്നെ വളരണം. നിനക്കൊണ്ടൊരു ലോകം, എനിക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് എൻ്റെ ഗുരുനാഥനോടെയാണ്. ഇവിടെ വേറൊരു ഗുരുനാഥൻ നമ്മുടെ ഉണ്ട്, സതീഷ് സാർ എൻ്റെ ഗുരുനാഥനാണ്. വാർഡ് മെമ്പർ സുമ അജയൻ, കായംകുളം നഗരസഭാ കൗൺസിലർ ബിജു R, ശ്രീലത ജയൻ, ജയന്തി SR, ശ്രീലത കുമാരി, രാജി S, ഗീതാകുമാരി MS, ഷീലാകുമാരി, ബിജി MM തുടങ്ങിയവർ സംസാരിച്ചു. സതീഷ് കുമാർ R കൃതജ്ഞത പറഞ്ഞു. സ്കൂളിലെ നിരവധി കുട്ടികൾക്ക് 2024-2025 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും സംസ്കൃത സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നു. സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന സമ്മേളനമാണ് നടത്തിയത്.
അഞ്ജു എസ്, ശ്രീലക്ഷ്മി എസ് നായർ എന്നിവർക്കായിരുന്നു കേന്ദ്ര സംസ്കൃത സ്കോളർഷിപ്പ് ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ സ്കോളർഷിപ്പ് ആദിദേവ്, ഹരികേഷ്, അഭിജിത്ത്, ആയുഷ് പി, പ്രതാപ് റാത്തോർ, കൈലാസ് നാഥ്, വൈഗ പ്രശാന്ത്, വൈഗ എസ്, ശിവാനി രാജീവ്, അഭിജിത്ത് എ, വിനായക് വി, നിരഞ്ജന എസ്, അഷ്ടമി എസ്, ബിജുകുമാർ, അനന്യ എസ്, അശ്വിനി എസ്, ആദിത്യ ഡി, ഐശ്വര്യ എ, ദീപ്ത പ്രകാശ്, രോഹിത് കുമാർ, ഗൗതം കൃഷ്ണ, ഹരികൃഷ്ണൻ, പാർവതി പി, അനന്യ, വരദലക്ഷ്മി, ഭരത ജയൻ, അനന്തനുണ്ണി, നയന ബിനു, ശ്രീലക്ഷ്മി എസ് നായർ, അഷ്ടമി രാജ്, ധനുഷ് കൃഷ്ണ, സാത്വിക, അരുണിമ എസ് നായർ, അശ്വിൻ ബിജുകുമാർ, അഭിജിത്ത് എസ്, ആഷിര രാജ്, ദേവിക എസ്, ഗോപിക യു എന്നിവർക്കാണ് ലഭിച്ചത്. CD നെറ്റ് ന്യൂസ്, കായംകുളം.